കഥ ഓർമ്മകൾ ബാക്കി വെച്ചത്. മുണ്ടേരിയിലെ അമ്മായി ഇന്നലെ രാത്രി മരിച്ചു. ഉപ്പയുടെ അനിയൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അമ്മായി ഉപ്പപ്പയുടെ പെങ്ങൾ. അന്ന് ഞാൻ കോളേജിൽ പോയില്ല. ഖബറിലേക്ക് എടുക്കുന്നതിന് മുന്നേ അവരെ ഒരു നോക്ക് കാണാൻ ഞാനും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ പോയി. മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരുമായി കൂട്ടം കൂടി നിന്ന ഓടിട്ട വീടിൻ്റെ ആ നീണ്ട കോലായിൽ ഞാനെത്തി. തേക്കിൻ്റെ വീതിയുള്ള കട്ടിലിൽ വെള്ള പുതച്ച് അമ്മായിനെ കിടത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു. പതുക്കെയുള്ള ഞരക്കങ്ങൾ മാത്രം വീട്ടിൽ മുഴങ്ങിക്കേട്ടു. അതിനു പിന്നിൽ വലിയ നിലവിളികളുണ്ടായിരുന്നു. പൊട്ടിയ ആ മുഖത്തേക്ക് കുറച്ചധിക നേരം ഞാൻ നോക്കി നിന്നു. എൻ്റെ കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികളിലൂടെ ഓർമ്മകൾ മിന്നിമറഞ്ഞു. വീട്ടിൽ ആദ്യത്തെ പേരക്കുട്ടി ജനിച്ച സമയമായിരുന്നു അത്. അതായത് മൂത്ത ജ്യേഷ്ഠത്തിക്ക് ഒരു പെൺകുട്ടി പിറന്ന ദിവസം. താത്തയുമായി ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു. മുണ്ടേരിയിലെ അമ്മായി വീട്ടിലേക്ക് കുറച്ച് ദിവസത്തിന് വിരുന്നിന് വരാറുണ്ടായിരുന്ന കാലമായിരുന്നു അത്. കാൽമുട്ട് മുതൽ പാദം വരെ വിള്ളൽ വന്ന് പൊട്ടിയതുകൊണ്ട് ബുദ്ധിമുട്ടിലായി നീണ്ട ഒരു മാസം ഞാൻ സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന ദിവസങ്ങളായിരുന്നു. ഉമ്മ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഞാനും വല്യമ്മയും അമ്മായിയും മാത്രമായിരുന്നു വീട്ടിൽ. എല്ലാത്തിനും ഉമ്മയുടെ കൂടെ നിൽക്കുന്ന ഉമ്മച്ചി, അതായത് വല്യമ്മ, ഉമ്മ ഇല്ലാത്തതിൽ പിന്നെ വീടിന്റെ മെയിൻ റോൾ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. കഥയും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞ് അമ്മായിയും ഉമ്മച്ചിയുടെ കൂടെ കൂടും. കാൽപാദത്തിന്റെ അടി വിണ്ടു പൊട്ടിയതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ വരെ വേച്ചായിരുന്നു പോയിരുന്നത്. അന്നൊരു ദിവസം ഇങ്ങനെ നടക്കുന്നത് നോക്കി നിൽക്കാൻ കഴിയാതെ അമ്മായി എന്നെ എടുത്തു പൊക്കി ബാത്റൂമിലേക്ക് കൊണ്ടുപോവാൻ ആരംഭിച്ചു. വേണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ. 60 മുകളിൽ അന്ന് അമ്മായിക്ക് പ്രായം കാണും. എന്നെയും കൊണ്ട് പൊക്കിയെടുത്ത് പോകുന്നതിനിടയിൽ മുന്നിലുണ്ടായിരുന്ന കല്ല് തടഞ്ഞ് ഞാനും അമ്മായിയും ഒറ്റ വീഴൽ. പ്രായമായ അമ്മായിയുടെ ശരീരത്തിന് ആ വീഴൽ നല്ല വേദന ഉണ്ടാക്കിയെങ്കിലും വീണ ഉടനെ തന്നെ അവർ എനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചും എൻ്റെ കാലും കൈയും പിടിച്ചു നോക്കിയും അടുക്കളയുടെ മുൻവശത്തെ മുറ്റത്തിരുന്നതൊക്കെ അമ്മായിയുടെ മയ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഓർത്തെടുത്തു. അപ്പോഴേക്കും കുളിപ്പിക്കാനായി എന്നും പറഞ്ഞുകൊണ്ട് അമ്മായിയുടെ മോൻ മയ്യത്ത് കട്ടിലിനടുത്തേക്ക് വന്നു. കട്ടിലിനടുത്ത് നിന്ന് അല്പം മാറി നിന്ന് ആ മുഖത്തേക്കും കഥകൾ പറഞ്ഞു തരുമ്പോൾ ഇടയ്ക്ക് ഞാൻ പിടിച്ചു നോക്കാറുള്ള ഞരമ്പ് പൊങ്ങിയ ആ കൈകളിലേക്കും ഞാൻ കണ്ണെടുക്കാതെ നോക്കി. മെലിഞ്ഞുണങ്ങിയെങ്കിലും കൈകളിൽ എപ്പോഴും കാണാറുള്ള ആ സ്വർണ്ണവള കുളിപ്പിക്കാനെടുത്തപ്പോൾ ഊരി വെച്ചിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us by മുഹശ്ശിറ.